റേഷൻ ഡോക്ടറിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് ഡോക്ടർമാർ ചേർന്നിട്ട് ഈ ക്യാൻസർ പേഷ്യൻസിൻ്റെ അവസാന നാളുകൾ വലിയ വിഷമങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലാതെ അവർക്ക് ജീവിച്ച് തീർക്കണം, അല്ലെങ്കിൽ അവർക്ക് സന്തോഷമായിട്ട് എങ്ങനെയെങ്കിലും വേദനകളില്ലാതെ മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിൽ ഒരു സ്ഥാപനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഘടിപ്പിക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. അന്ന് അതിനുള്ള ഫണ്ട് അവർക്ക് കണ്ടെത്താൻ സാധിക്കാത്തതുകൊണ്ട് ആരോ ഒരു നിർദ്ദേശം വെച്ച് നമുക്ക് സിനിമാ താരങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ നൈറ്റ്, അന്നത്തെ കാലത്ത് സ്റ്റാർ നൈറ്റ് എന്നൊക്കെ പറയുന്നത് വലിയ സംഭവമുള്ള കാലമാണ്. സ്റ്റാർ നൈറ്റ് സംഘടിപ്പിക്കാം, അതിൽ നിന്ന് നമുക്ക് ഫണ്ട് കിട്ടുമെന്നുള്ള രീതിയിലൊക്കെ അവർ പറഞ്ഞു. പക്ഷേ അപ്പം മറ്റാരോ പറഞ്ഞു സ്റ്റാർ നൈറ്റ് സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റാർസ് ഒന്നും കാര്യം ആർക്കും പ്രയോജനമില്ലാത്ത കാര്യങ്ങളാണ്, ചിലപ്പോൾ അവരൊന്നും അന്ന് പങ്കെടുക്കണമെന്നില്ല. അന്നത്തെ കാലഘട്ടത്തിലെ കാര്യമോ പറയുന്നത് ഇന്നത്തെ തലമുറയെക്കുറിച്ചോ ഇന്നത്തെ നടീനടന്മാരെക്കുറിച്ചോ അല്ല. അപ്പം ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞൊരു കാര്യം ചെയ്യാം. അന്ന് എനിക്ക് തോന്നുന്നു ഏതോ ഒരു മാഗസീനിൽ PR ആയിട്ട് വർക്ക് ചെയ്യുന്ന ആരോ ആണ്. അപ്പോൾ അദ്ദേഹം ഈ ഡോക്ടർമാരോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, മമ്മൂക്കയെ കണ്ടിട്ട് അദ്ദേഹത്തിനോട് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. ഒരു പക്ഷേ ചിലപ്പോൾ അദ്ദേഹത്തിന് അതൊരു താല്പര്യം ഉണ്ടെങ്കിലും. അപ്പോൾ ഇവർക്കൊരു മടി, കാര്യം മമ്മൂക്ക അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തതായിട്ട് അവർക്കറിയില്ല, മമ്മൂക്ക എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് അറിയില്ല. ഒന്നാമത് മമ്മൂക്ക ഭയങ്കര ദേഷ്യക്കാരനാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും അവർ മടിച്ച് മമ്മൂക്കയുടെ വീട്ടിൽ പോയി കാര്യങ്ങൾ അവതരിപ്പിച്ചു. പക്ഷേ അവർ പ്രതീക്ഷിക്കാത്ത ഒരു മറുപടി, അതായത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മറുപടിയാണ് മമ്മൂക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അദ്ദേഹം വളരെ ശ്രദ്ധാപൂർവ്വം ഇത് കേട്ടു, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ ഇതിനകത്ത് വെച്ചു. അങ്ങനെ ചെറിയ രീതിയിൽ തുടങ്ങി ഇന്ന് വലിയ രീതിയിൽ ഒരു 10-28-30 വർഷത്തിനിടയ്ക്ക് ഈ കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ വളർന്നു വന്നിരിക്കുന്ന ഒരു ചാരിറ്റി, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ നമുക്ക് പറയാവുന്ന രീതിയിലേക്ക് കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇപ്പം 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ വേണ്ട, 1 ലക്ഷം രൂപ പോലും പരമാവധി ആളുകൾക്ക് വീതിച്ചു കൊടുത്തിട്ട് ക്യാമറാമാന്മാരെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുക, വീഡിയോ ചിത്രീകരിക്കുക, എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ കാലമാണ് ഇത്. കാര്യം അവരത് ചെയ്തു, ഇവരിത് ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പം എനിക്ക് തോന്നുന്നു അവരുടെയൊക്കെ ഈ ഒരു സോഷ്യൽ മീഡിയയിലെ ഇത്തരത്തിലുള്ളൊരു പ്രവർത്തികൾക്കിടയിൽ മമ്മൂക്ക ചെയ്യുന്ന നന്മകൾ, മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യൻ, അതായത് ഒരു നടനിലേക്കാട്ടിലുപരി മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആരാണെന്ന് തിരിച്ചറിയാൻ പലപ്പോഴും ഈ സമൂഹത്തിന് കഴിഞ്ഞിട്ടില്ല. നമ്മളിത് പലരോടും പറയുമ്പോൾ, ഞാനിപ്പോൾ പലരോടും സംസാരിച്ചിട്ടുണ്ട് കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷനെ കുറിച്ച്. അപ്പോൾ അവർക്കൊന്നും അറിയില്ല, അതിനെക്കുറിച്ച് അറിയില്ലെന്ന് വെച്ചാൽ മമ്മൂക്ക അതിന് വലിയ പരസ്യവും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഞാൻ അവരെ സഹായിച്ചു, അതൊന്നുമില്ല. ആരെങ്കിലുമൊക്കെ സഹായം കിട്ടിയ ആൾക്കാർ എപ്പോഴെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ കാലത്ത് ഇത് വിളിച്ചു പറയുന്നതാണ്, അന്ന് ഞങ്ങളെ സഹായിച്ചു. മമ്മൂക്കയായിട്ട് ഒരിടത്തും പറയാറില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കോവിഡിന് ശേഷം കണ്ടോ ഈ മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഒക്കെ ഈ കുറച്ച് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് അങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് മാത്രമുള്ള പരസ്യമാണ് എനിക്ക് തോന്നുന്നു ഈ കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. അല്ലാതെ അങ്ങനെ ഒരു കാര്യങ്ങൾക്കോ ഒന്നും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളല്ല. ഒരു കൈ കൊടുക്കുന്നത് മറുകൈ അറിയരുതെന്ന് ഉദ്ദേശിക്കുന്ന ആളാണ് മമ്മൂക്കയെന്ന് അദ്ദേഹത്തിനോട് അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് എപ്പോഴും അറിയാം. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷനെ കുറിച്ച് നോക്കുമ്പോഴത്തേക്ക് അവരുടെ പദ്ധതികൾ എന്തെല്ലാം പദ്ധതിയാണ് അവർക്കുള്ളത്. ഇപ്പം ഹൃദയസ്പർശം, വഴികാട്ടി, അതുപോലെ വിദ്യാമൃതം, അതുപോലെ സുഹൃതം, അതുപോലെ കാഴ്ച, പൂർവീകം, ഹൃദയം, ഇങ്ങനെ ഒരുപാട് പദ്ധതികളാണ് ഈ കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ്റെ കീഴിലുള്ളത്. ഇതിപ്പം നമ്മൾ പറയുന്ന കണക്ക് പീഡിയാട്രിക്, കുഞ്ഞുങ്ങളുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള ശസ്ത്രക്രിയയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതുണ്ട്. മുതിർന്നവരുടെ ഹൃദയ ബൈപ്പാസിൻ്റെ മറ്റും ബൈപ്പാസ് സർജറികളും അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുണ്ട്. കാഴ്ചയെന്ന് പറയുന്ന തിമിരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലുമായിട്ട് ചേർന്നിട്ടുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് ട്രൈബൽ ആൾക്കാരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയുണ്ട്. ഇങ്ങനെ ധാരാളം, അതായത് അതുപോലെ തന്നെ ഈ അംഗീകൃത അനാഥാലയങ്ങളിൽ ജീവിക്കുന്ന കുട്ടികളുടെ +2 കഴിഞ്ഞിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സിനുള്ള അവരുടെ പഠിത്തത്തിനും മറ്റുമുള്ള സ്കോളർഷിപ്പിൻ്റെ കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് പദ്ധതികളുമായിട്ടാണ് ഈ അതുപോലെ വഴികാട്ടി എന്നും പറഞ്ഞിട്ട് ഈ ഡ്രഗ്സിനെതിരായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഈ ഒരു സമൂഹത്തിൽ ഒരു മനുഷ്യൻ, ഒരു നടൻ എന്നുള്ള രീതിയിലല്ല, ഒരു വ്യക്തി ഒരു സമൂഹത്തിന് എങ്ങനെ പ്രയോജനകരമായിട്ട്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിനോടൊരു മനുഷ്യൻ എങ്ങനെ ഉത്തരവാദിത്വവും കടപ്പാടും ബാധ്യതയും ഉണ്ട് എന്നുള്ളത് പൂർണ്ണമായിട്ട് നിറവേറ്റുന്ന ഒരാളാണ് മമ്മൂക്ക എന്ന് പറയുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് പലരും അദ്ദേഹത്തിനെ തിരിച്ചറിയുന്നില്ലെന്ന് മാത്രം. അപ്പോൾ ഈ ഒരു ഇത്രയും പദ്ധതികൾ ഇപ്പം ഈ നമ്മൾ പറയുന്ന കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ എത്രയോ ഗുണഭോക്താക്കളായിട്ടുള്ള ആൾക്കാരുണ്ട്. നമ്മൾ ഈ അടുത്ത കാലത്ത് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു പെയിൻറ്റിങ് തൊഴിലാളിയുടെ ഭാര്യയുടെ സർജറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു 10 ലക്ഷം രൂപ ആവശ്യമായിട്ട് വന്നപ്പം ഒരു രാഷ്ട്രീയ നേതാവ് അന്ന് മമ്മൂക്കയെ സമീപിക്കുകയും മമ്മൂക്കയുടെ അടുത്ത് പറയുകയും ചെയ്ത്, എന്നിട്ട് മമ്മൂക്ക അപ്പം തന്നെ കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ വഴി അവരുടെ സർജറി നടത്തി കൊടുത്ത്. എന്നിട്ട് അപ്പോൾ ഈ രാഷ്ട്രീയ നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ മുമ്പ് നമ്മൾ പറഞ്ഞ ഒരു 10 ലക്ഷം രൂപ എടുത്ത് 10 പേർക്ക് വീതിച്ചെടുത്തിട്ട് അതിൻ്റെ പരസ്യം പിടിക്കുന്ന ആളുകളുടെ നാട്ടിൽ ഈ 10 ലക്ഷം രൂപ ഒരാൾക്ക് വേണ്ടി തന്നെ മുടക്കിയിട്ട് അതൊന്ന് വിളിച്ചു പറയാൻ പോയിട്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് പോലും പറയാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല എന്ന് പറയുന്നതാണ്. അങ്ങനെ ധാരാളം, ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക്
+2 കഴിഞ്ഞിട്ടുള്ള നിർധനരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ പഠിത്തത്തിനെക്കുറിച്ച്, അതുപോലെ ഈ കോവിഡ് കാലത്തിന് ശേഷം മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഒക്കെ ആവശ്യക്കാരായിട്ടുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ധാരാളം ഹൃദയ സംബന്ധമായിട്ടുള്ള ശസ്ത്രക്രിയകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് മുതിർന്നവരുടെയും കുട്ടികളുടെയും എല്ലാം ആവശ്യക്കാരായിട്ടുള്ള, അതായത് അർഹരായിട്ടുള്ള, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന, അല്ലാതെ എല്ലാവർക്കും അല്ല. അതുപോലെ ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് അത്തരത്തിലുള്ളൊരു പദ്ധതിയുണ്ട്. ഞാൻ നോക്കിയിട്ട് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്നവർക്ക് അത്തരത്തിലുള്ളൊരു സാമ്പത്തിക സഹായവുമായിട്ട് നിൽപ്പുണ്ട്. ഇതൊക്കെ അർഹരായിട്ടുള്ള, ഇപ്പോൾ എല്ലാവരെയും സഹായിക്കുന്നതെന്നല്ല ഞാൻ പറഞ്ഞത്, അർഹരായിട്ടുള്ള ആളുകൾക്ക് ഇത്രയൊക്കെ സഹായങ്ങൾ ഈ കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ വഴി ചെയ്തു കൊടുക്കുന്നുണ്ട്. കാര്യം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ആണ് ആദ്യമായിട്ട് ഞാൻ ഈ പദ്ധതിയെക്കുറിച്ച് കേൾക്കുന്നത്. കാര്യം എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരിക്ക് ഇത്തരത്തിലുള്ള ഒരു സർജറി, അന്ന് എനിക്ക് തോന്നുന്നു നിംസ് ഹോസ്പിറ്റലിലോ മറ്റോ ആയിരുന്നു ട്രിവാൻഡ്രത്ത്, അവിടെയാണ് ആ സർജറി ചെയ്തത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഇത്തരത്തിലുള്ള ഒരു പദ്ധതിയും കാര്യങ്ങളെക്കുറിച്ച്. ഇന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ ഈ അടുത്ത കാലത്ത് നമ്മളൊരു വീഡിയോ ചെയ്ത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ മമ്മൂക്കയുടെ ഒരു മുഖം, അത് മമ്മൂക്കയുടെ ഒരു ചിത്രം വെച്ചിരിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവാസികൾക്ക് വേണ്ടിയിട്ട് മമ്മൂക്കയും എറണാകുളം ആലുവയിലെ രാജഗിരി ഹോസ്പിറ്റലും കൂടെ മറ്റോ ചേർന്നിട്ട് നടത്തുന്ന കാര്യങ്ങളെക്കുറിച്ച്, അങ്ങനെ ധാരാളം പദ്ധതികൾ. പക്ഷേ പലരും ഈ പറയുന്ന കണക്ക് മമ്മൂക്കയെന്ന നന്മയുള്ള മനുഷ്യനെ പലപ്പോഴും ആളുകൾ തിരിച്ചറിയുന്നില്ല. ഇപ്പം ഒന്നും ചെയ്യാതെ വന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്തെങ്കിലും വിളിച്ചു പറയുന്ന ചില ആളുകളുടെ പുറകെയോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെയും കൂട്ടിക്കൊണ്ടുപോയി പരസ്യം ചിത്രീകരിക്കുന്ന, പരസ്യം ഷൂട്ട് ചെയ്യുന്ന കണക്ക് നടക്കുന്ന ചില ആൾക്കാരുടെ പുറമെയൊക്കെയാണ് ഇവിടുത്തെ മാധ്യമങ്ങളെന്ന് പറഞ്ഞത്. ഇപ്പം തന്നെ വയനാട് ദുരിതാശ്വാസ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വയനാട് ഒരു വലിയൊരു അത്യാഹിതം, വലിയൊരു ദുരന്തം സംഭവിച്ചപ്പം ആദ്യം മലയാള സിനിമയിൽ നിന്ന് ഏറ്റവും ആദ്യം ഒരു ദുരിതാശ്വാസ നിധിയിലേക്ക് മുഖ്യമന്ത്രിയുടെ സി എമ്മിൻ്റെ ഡിസ്ട്രസ് റിലീഫ് ഫണ്ടിലേക്ക് ആദ്യം സംഭാവന ചെയ്ത ആളുകളിൽ ഒരാളാണ് മമ്മൂക്ക എന്ന് പറയുന്നത്. ഏതാണ്ട് 20 ലക്ഷം രൂപയോളം അദ്ദേഹം സംഭാവന ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറയുകയും ചെയ്തു ഇതൊരു ആദ്യ ഗഡുവാണെന്ന്. പിന്നീട് അദ്ദേഹം ഇപ്പോൾ ഒരു ചലച്ചിത്ര അവാർഡ്, ഒരു ഫിലിം ഫെയർ അവാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു അവാർഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ പോയപ്പം പോലും സത്യത്തിൽ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവിടെ അദ്ദേഹം പോയില്ലെങ്കിൽ ഇപ്പോൾ ഒന്നും സംഭവിക്കില്ല, അദ്ദേഹത്തിന് പകരം മറ്റൊരാളെ കൊണ്ട് വേണമെങ്കിൽ അവാർഡ് വാങ്ങിപ്പിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് ആ കാര്യങ്ങൾ അവാർഡ് വാങ്ങിക്കുന്ന കൂട്ടത്തിൽ ഈ വയനാട്ടിലെ ദുരന്തം സംഭവിച്ചത് കുറേ ആൾക്കാരെ അറിയിക്കണം, അതായത് അവരുടെ സഹായം തേടണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് മമ്മൂക്ക അതാണ് പറഞ്ഞത്. കാര്യം അവാർഡ് വാങ്ങിക്കുമ്പം പോലും അദ്ദേഹത്തിന് വയനാട്ടിൽ സംഭവിച്ചിട്ടുള്ള ആ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വേദനകളെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ മുഴുവൻ സഹായമാണ് മമ്മൂക്ക വയനാട്ടിലേക്ക് തേടിയത്, വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ തേടിയത്. ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് മമ്മൂക്ക അവിടെ പോയില്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സംസാരം ഉണ്ടാകത്തില്ല, ഒരു ചർച്ച ഉണ്ടാകത്തില്ല. ഇപ്പം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ലോകത്ത് നടക്കുന്ന എല്ലാവരിലും എത്തപ്പെടണമെന്നില്ല. ഇപ്പോൾ വയനാട്ടിലെ സംഭവം തന്നെ നമ്മൾ പറയുന്ന കണക്ക് ഒരുപാട് ആളുകളിൽ എത്തിയിട്ടുണ്ടെങ്കിലും നമ്മുടെ കേരളത്തിൻ്റെ പുറത്ത് ഇനിയും അത് എത്താത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷേ ഈ ഫിലിം ഫെയർ അവാർഡിൽ മമ്മൂക്ക ഒരുപാട് ആൾക്കാരോട് സംസാരിക്കുമ്പം അവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല, അവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക്, അല്ലെങ്കിൽ ഈ വീഡിയോ എവിടേക്കാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടേക്കാണ് ഈ വീഡിയോ പോകുന്നത്, അവിടെ എല്ലാം ഈ ഫിലിം ഫെയർ അവാർഡ് ഏറ്റുവാങ്ങിക്കുന്ന ആ നടൻ, അത് മമ്മൂക്ക എന്ന് പറയുന്ന നടൻ, അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. അപ്പോഴാണ് ചിലപ്പോൾ ഒരു പക്ഷേ ഈ വയനാടുണ്ടായ ഇത്രയും വലിയ ദുരന്തത്തിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത, ഏതെങ്കിലുമൊക്കെ രീതിയിൽ സഹായിക്കാൻ മനസ്സുള്ള അല്ലെങ്കിൽ സാമ്പത്തികമുള്ള ഒരുപാട് ആളുകളിലേക്ക് ഇത്തരത്തിലുള്ളൊരു വീഡിയോ എത്തുന്നത്. മമ്മൂക്ക അവിടെ വയനാടെന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു അത്യാഹിതത്തിനെക്കുറിച്ച് സംസാരിക്കുമ്പം എനിക്ക് തോന്നുന്നു ആ ഒരു ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് മമ്മൂക്ക അവിടെ പങ്കെടുത്തതും മമ്മൂക്ക അത് വാങ്ങിച്ചതും. കാര്യം എത്ര പേരിലേക്കാണ് മമ്മൂക്കയുടെ ആ ഒരു മെസ്സേജ് പോയിട്ടുള്ളതെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പം എല്ലാ രീതിയിലും നമ്മുടെ ഒരു സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് മമ്മൂക്ക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നന്മ എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ തിരിച്ചറിയും. പക്ഷേ അദ്ദേഹം ഒരു നല്ല ബിസിനസ്സുകാരനല്ലെന്ന് ഞാൻ എപ്പോഴും പറയും. കാര്യം അദ്ദേഹം നല്ല ബിസിനസ്സുകാരനായിരുന്നെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന കണക്ക് ആ ഒരു സമയവും സന്ദർഭവും നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുകയോ അല്ലെങ്കിൽ ഇതൊക്കെ മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ സഹായങ്ങളൊക്കെ പ്രചരിപ്പിക്കുകയോ ചെയ്തേനായിരുന്നു. അതിനൊന്നും പറ്റാതെ പോയതുകൊണ്ടാണ്. കാര്യം ഒത്തിരിയോടെ മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മണ്ണിനെയും കൃഷിയെയും ഒക്കെ സ്നേഹിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ സിനിമയ്ക്ക് പുറത്ത് ഒരു അഭിനയം വശമില്ലാത്തത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മയും. താങ്ക് യു.